വരുന്ന ഒക്ടോബർ 1 ഒറ്റഘട്ടമായി നടക്കാനിരിക്കുന്ന ഹരിയാന തിരഞ്ഞെടുപ്പിൻ്റെ ഒപ്പീനിയൻ പോൾ സർവേയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വന്നിരിക്കുന്നത്. ജില്ല തിരിച്ചുള്ള കണക്കാണ് പറയുന്നത്. ആദ്യത്തെ ജില്ലയായി പറയുന്നത് സിർസയാണ്. സിർസയിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 1 സീറ്റ് NDA BJP സഖ്യത്തിനും 3 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനും 1 സീറ്റ് ദുഷ്യന്ത് ചൗട്ടാലയുടെ JJPക്കും ലഭിക്കാനാണ് സാധ്യത. AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്ത ജില്ല ജിണ്ടാണ്. ജിണ്ടിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 2 സീറ്റ് NDA BJP സഖ്യത്തിനും 2 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനും 1 സീറ്റ് AAPക്കും ലഭിക്കാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്ത ജില്ല പഞ്ചകുലയാണ്. പഞ്ചകുലയിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് NDA BJP സഖ്യത്തിനും 1 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന് ലഭിക്കാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല മേവാത്ത് ജില്ലയാണ്. മേവാത്തിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് NDA BJP സഖ്യത്തിനും 2 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും നേടാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. AAPക്കോ JJPക്കോ സീറ്റുകളൊന്നും നേടാൻ സാധ്യത ഇല്ലെന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല ചാർഗി ദാദ്രിയാണ്. ദാദ്രിയിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് BJP NDA സഖ്യവും 1 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. JJPക്കോ AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ലെന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല കൈതാലാണ്. കൈതാലിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP NDA സഖ്യത്തിനും 2 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. AAPക്കോ JJPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്ത ജില്ല ഫരീദാബാദാണ്. ഫരീദാബാദിൽ 6 സീറ്റാണുള്ളത്. 6 സീറ്റിൽ 2 സീറ്റ് BJP NDA സഖ്യത്തിനും 3 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും 1 സീറ്റ് AAPക്കും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. JJPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല കുരുക്ഷേത്രയാണ്. കുരുക്ഷേത്രയിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 3 സീറ്റ് BJP NDA സഖ്യത്തിനും 1 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനും നേടാനാണ് സാധ്യത എന്നാണ് പറയുന്നത്. JJPക്കോ AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധ്യത ഇല്ല എന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല അംബാലയാണ്. അംബാലയിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP NDA സഖ്യത്തിനും 3 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്. JJPക്കോ AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധ്യത ഇല്ല എന്നാണ് ഈ സർവേ പറയുന്നത്. അടുത്ത ജില്ല ഗുഡ്ഗാവാണ്. ഗുഡ്ഗാവിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP NDA സഖ്യത്തിനും 2 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. JJPക്കോ AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല കർണാലാണ്. കർണാലിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് BJP NDA സഖ്യത്തിനും 2 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. JJPക്കോ AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും സാധിക്കില്ല എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല ഹിസാറാണ്. ഹിസാറിൽ 7 സീറ്റാണുള്ളത്. 7 സീറ്റിൽ 2 സീറ്റ് BJP NDA സഖ്യത്തിനും 4 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും 1 സീറ്റ് JJPക്കും നേടാൻ സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് ഈ സർവേ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല സോനിപത്താണ്. സോനിപത്തിൽ 6 സീറ്റാണുള്ളത്. 6 സീറ്റിൽ 3 സീറ്റ് BJP NDA സഖ്യത്തിനും 2 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനും 1 സീറ്റ് AAPയും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. JJPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല. അടുത്ത ജില്ല മഹേന്ദ്രഗഡാണ്. മഹേന്ദ്രഗഡിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP NDA സഖ്യത്തിനും 2 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും നേടാനാണ് സാധ്യത. JJPക്കോ AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്ത ജില്ല റോഹിത്തകാണ്. റോഹിത്തകയിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP NDA സഖ്യത്തിനും 1 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും നേടാനാണ് സാധ്യത. JJPക്കോ AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്ത ജില്ല പാനിപത്താണ്. പാനിപത്തിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് NDA BJP സഖ്യത്തിനും 2 സീറ്റ് ഇന്ത്യ കോൺഗ്രസ് സഖ്യത്തിനും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. JJPക്കോ AAPക്കോ INLDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല. അടുത്ത ജില്ല യമുനാനഗറാണ്. യമുനാനഗറിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJP NDA സഖ്യത്തിനും 2 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനും 1 സീറ്റ് JJPക്കും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ പറയുന്നത്.
AAPക്കോ ILNDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല. അടുത്ത ജില്ല പൽവാലാണ്. പൽവാലിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJP NDA സഖ്യത്തിനും 2 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനും നേടാനാണ് സാധ്യത. JJPക്കോ AAPക്കോ ILNDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ജില്ല ജജ്ജാറാണ്. ജജ്ജാറിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJP NDA സഖ്യത്തിനും 2 സീറ്റ് കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിനും നേടാനാണ് സാധ്യത. JJPക്കോ AAPക്കോ ILNDക്കോ സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല. ആകെയുള്ള 90 സീറ്റിൽ 38 സീറ്റ് BJP സഖ്യവും 46 സീറ്റ് കോൺഗ്രസ് സഖ്യവും 3 സീറ്റ് JJPയും 3 സീറ്റ് AAPയും നേടാനാണ് സാധ്യത എന്നാണ് ഈ സർവേയിൽ സൂചിപ്പിക്കുന്നത്.